ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് നടക്കുകയുണ്ടായി. ബൈഡൻ ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്തില്ല. ഒരുപക്ഷെ ഡെമോക്രാറ്റിക് പാർട്ടി മറ്റൊരു കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നത്. 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദ്യങ്ങളുണ്ടായത്. ഒന്ന് എക്കോണമിയെക്കുറിച്ച്, മറ്റൊന്ന് ഇല്ലീഗൽ ഇമിഗ്രേഷനെക്കുറിച്ച്, പിന്നെ ഫോറിൻ പോളിസിയെക്കുറിച്ച്. എക്കണോമിയുടെ കാര്യം ചോദിച്ചപ്പോൾ ബൈഡൻ പറയുന്നത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാണ്. പക്ഷേ ട്രംപ് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു ഇവിടെ സാധനങ്ങൾക്ക് വിലക്കയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ബൈഡൻ കാര്യമായിട്ടുള്ള മറുപടികളൊന്നുമില്ല. എന്നാൽ ട്രംപ് വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് തന്നെ ഒരു ഭീഷണിയാകും. കാരണം കണ്ടമാനം തീവ്രവാദികൾ ഈ പേരിൽ അമേരിക്കയിലേക്ക് കടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ രാജ്യം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുള്ളത്. ഫോറിൻ പോളിസിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ട്രംപ് പറയുന്നത് അദ്ദേഹം പ്രസിഡൻ്റ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുക്രൈൻ റഷ്യ യുദ്ധം ഉടനടി അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു 3ാം ലോകമഹായുദ്ധത്തിൽ നിന്ന് ലോകത്തെ തന്നെ രക്ഷിക്കാൻ അദ്ദേഹം സഹായിക്കുമെന്നുള്ളതാണ്. ഏതായാലും വരും ഇലക്ഷൻ തീർച്ചയായിട്ടും ഒരു ട്രംപിനുള്ള ഒരു വിജയസാധ്യതയാണ് കാണുന്നത്.